നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങുന്നത് എങ്ങനെ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ് പിന്നീട് ഉണങ്ങും. ഉണക്കാനായി നമ്മുടെ ശരീരത്തിൽ കൃത്യമായ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. തൊലിയുടെ ഉള്ളിലുള്ള ഡെർമിസ് എന്ന ഭാഗത്തുണ്ടാകുന്ന മുറിവുകൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ മുറിവുകളേക്കാൾ സങ്കീർണവും ഉണങ്ങുവാൻ കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. തൊലിപ്പുറത്ത് മുറിവുകൾ ഉണ്ടാകുമ്പോൾ ചുറ്റിനുമുള്ള ബേസൽ എത്തിപ്പീലിയൻ കോശങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് മുറിവിലേക്കെത്തി മൂടുകയും ചെയ്യുന്നു. തൊലിപ്പുറത്ത് ഒരു മുറിവുണ്ടാകുമ്പോൾ ചുറ്റിനുമുള്ള എപ്പിത്തീലിയൻ കോശങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് മുറിവിലേക്കെത്തി മുറിവ് മൂടുകയും ചെയ്യുന്നു. ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ അതിന്റെ തൊട്ടു താഴെയുള്ള ഡെർമിസിൽ നിന്നാണ് രക്തം പുറത്തേക്ക് വരുന്നത്. ആ മുറിവിലൂടെ രോഗാണുക്കൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്.